ഇന്ന് നൈനുക്കുട്ടിക്ക് ഉച്ച വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. ഉച്ച എന്ന് പറയുമ്പോൾ ഒരു 10:30 വരെ കേട്ടോ. ഇവിടെ അവൾക്ക് 7:20 ആകുമ്പോൾ ക്ലാസ് തുടങ്ങും. അപ്പോൾ ഉച്ച എന്ന് പറയുന്നത് അവരുടെ 10:30 കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ലഞ്ച് കൊണ്ടുപോകണ്ടെന്നൊക്കെ ആദ്യം വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ലഞ്ച് കൊടുത്തു വിടാമെന്ന്. അന്ന് ഞാൻ അങ്ങനെ കൊടുത്തു വിടാതിരുന്നിട്ട് എല്ലാവരും കൊണ്ടുവന്ന് ഇവൾ മാത്രം കൊണ്ടുവന്നില്ല പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് രാവിലെ 5 മണിക്ക് എണീച്ചിരുന്ന് കുത്തിയിരുന്ന് നമ്മൾ അപ്പവും മുട്ടക്കറി ഉണ്ടാക്കി കേട്ടോ. എഗ്ഗൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ മുട്ടക്കറിയുടെ ചാറ് മാത്രം, ഗ്രേവി മാത്രമാണ് കൊടുത്തു പറഞ്ഞത് കേട്ടോ. രാവിലെ കഴിക്കാൻ വേണ്ടി മാത്രം നമ്മൾ മുട്ട കൊടുക്കും. അങ്ങനെ നമ്മൾ അപ്പച്ചട്ടിയിലല്ല, അപ്പച്ചട്ടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ ഈ എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചട്ടിയില്ല, അതിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നമ്മൾ ദോശക്കല്ലിൽ ഉണ്ടാക്കണ പോലെ തന്നെ അപ്പം കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യത്തെ എൻ്റെ അപ്പം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു 6 മണിയായപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നൈനുവിനെ പോയി വിളിക്കലായിട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ്, ഉറക്കം തൂങ്ങിയിട്ടാണ് എണിച്ചിരിക്കണത് ആൾ. അങ്ങനെ അവളെ കുളിപ്പിച്ച് റെഡിയാക്കി ഫുഡ് കഴിക്കാൻ കൊടുക്കും കേട്ടോ. പിന്നെ നമ്മൾ ബാൽക്കണിയിൽ പോയി തലമുടിയൊക്കെ കെട്ടി ബസ് അതിൽ കൂടെ പാസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഇറങ്ങി താഴത്തേക്ക് പോകാട്ടോ ആൾ. അങ്ങനെ ഇന്ന് രാവിലത്തെ പരിപാടിയൊക്കെ ഒരുവിധം അങ്ങോട്ട് തീർന്നു കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.